Good morning, dear students. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മസിൽ ഫിസിയോളജി പാർട്ട് 6. Muscle fatigue. A complete recovery of contracted muscle lasts for few seconds. During this time, upon repeated stimulation, the muscle shows decreased ability to contract. ഒരു മസിൽ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്തതിന് ശേഷം 2 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് മാത്രമേ മസിൽ സെക്കൻഡ് സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. ഈ 2 മില്ലി സെക്കൻഡ് ടൈം അതിനെയാണ് നമ്മൾ റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയം മസിൽ ഒരു സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുകയില്ല. അപ്പോൾ 2 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസിൽ സെക്കൻഡ് സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. ഈ സമയം നമ്മൾ മസിലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ 2 മില്ലി സെക്കൻഡ് ടൈം ഇടവേളയില്ലാതെ മസിലിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മസിൽ വിൽ നോട്ട് റെസ്പോണ്ട് ടു സ്റ്റിമുലൈ ആൻഡ് is said to be in a state of fatigue. This is due to the accumulation of lactic acid in the muscle. An important factor in muscle fatigue is the reduction in the release of calcium ions from sarcoplasmic reticulum along with falling ATP levels. Types of contraction. ഇവിടെ രണ്ട് ടൈപ്പ് കോൺട്രാക്ഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഐസോമെട്രിക് കോൺട്രാക്ഷനും ഐസോടോണിക് കോൺട്രാക്ഷനും. ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്നാൽ the contraction in which muscle does not shorten but muscle tension increases sharply. ഇവിടെ മസിൽ ഷോർട്ടൺ ചെയ്യുന്നില്ല, പക്ഷേ മസിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ വളരെ വലുതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഒരു ചുവരിനെ പുഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, പക്ഷെ ചുവർ അവിടെ നിന്ന് മാറുന്നില്ല. ഇവിടെ നമ്മുടെ മസിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ വളരെ വലുതാണ്, എന്നാൽ മസിൽ ഷോർട്ടൺ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഉയർത്താൻ സാധിക്കുന്നതിനേക്കാൾ കൂടുതലായ ഒരു ഭാരം നമ്മൾ ഉയർത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ മസിൽ ഷോർട്ടൺ ചെയ്യുന്നില്ല, മറിച്ച് മസിലിൽ ഉണ്ടാകുന്ന ടെൻഷൻ വളരെ വളരെ വലുതാണ്. ഇതിനെയാണ് നമ്മൾ ഐസോമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഐസോടോണിക് കോൺട്രാക്ഷൻ. ഐസോടോണിക് കോൺട്രാക്ഷൻ is the muscle shortens and the tension of the muscle remains relatively unaltered. ഇവിടെ മസിൽ ഷോർട്ടൺ ചെയ്യുന്നുണ്ട്, പക്ഷെ മസിലിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ വളരെ വളരെ ചെറുതാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേന ലിഫ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ മസിൽ ഷോർട്ടൺ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ മസിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ വളരെ വളരെ ചെറുതാണ്. ഇതിനെയാണ് നമ്മൾ ഐസോടോണിക് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. Next, summation. A single stimulus on an isolated muscle will generate a single muscle twitch. ഒരു മസിൽ ട്വിച്ച് കഴിഞ്ഞ് 2 മില്ലി സെക്കൻഡ്സിന് ശേഷം മാത്രമേ മസിൽ രണ്ടാമത്തെ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റിമുലസ് വന്ന് പതിക്കുന്നത് ഒന്നുകിൽ മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഫേസിലായിരിക്കും, അല്ലെങ്കിൽ മസിൽ റിലാക്സ് ചെയ്യുന്ന ഫേസിലായിരിക്കും. ഈ സെക്കൻഡ് സ്റ്റിമുലസ് മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഫേസിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ ദി സെക്കൻഡ് കോൺട്രാക്ഷൻ occurs superimposed on the first. And the added contraction result in the greater shortening of the muscle. ഇതിനെയാണ് നമ്മൾ സബ്മേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഒരു മസിൽ ട്വിച്ച് കഴിഞ്ഞ് റിഫ്രാക്ടറി പീരീഡായ 2 മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മസിൽ രണ്ടാമത്തെ സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുകയുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്റ്റിമുലസ് വന്ന് പതിക്കുന്നത് മസിൽ കോൺട്രാക്ട് ചെയ്യുന്ന ഫേസിലാണെങ്കിൽ ഈ stimulus will be superimposed on the first and this result in the greater contraction of the muscle. ഇതിനെയാണ് നമ്മൾ സബ്മേഷൻ എന്ന് പറയുന്നത്. Next is tetany. With rapidly repeated stimulation, the contraction mechanism occur repeatedly without any relaxation. നമ്മൾ മസിലിനെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് മസിൽ കോൺട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിനെ റിലാക്സ് ചെയ്യാനുള്ള സാവകാശം കിട്ടുന്നില്ല. ആൻഡ് ഓൾ ദി ഇൻഡിവിജ്വൽ റെസ്പോൺസസ് ഫ്യൂസ് ഇൻ ടു വൺ കണ്ടിന്യൂസ് കോൺട്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ടെറ്റനി എന്ന് പറയുന്നത്.
This is caused by the depletion of ATP and other high energy phosphates. Complete tetanus. If the stimulus are applied at such a frequency that no relaxation is allowed between stimulation, the condition is called complete tetanus. നമ്മൾ മസിലിനെ റിപ്പീറ്റഡ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്, അത് കാരണം മസിൽ കോൺട്രാക്ട് ചെയ്തിരിക്കുന്നു, അതിനെ റിലാക്സ് ചെയ്യാനുള്ള സാവകാശം ലഭിക്കുന്നില്ല. ഈ കണ്ടീഷനെയാണ് നമ്മൾ കംപ്ലീറ്റ് ടെറ്റനസ് എന്ന് പറയുന്നത്. In incomplete tetanus എന്നാൽ if some degree of relaxation is allowed between successive stimulation, the condition is called incomplete tetanus. Muscle tonus. Even at rest, some of the muscle fibers of all skeletal muscle are in a state of partial contraction. ഒരു വർക്കും ചെയ്യാതെ റെസ്റ്റിലാണെങ്കിൽ പോലും some of the muscle fibers of all skeletal muscle are in a state of partial contraction. ഇതിനെയാണ് മസിൽ ടോണസ് എന്ന് പറയുന്നത്. ഈ മസിൽ ടോണസ് ആണ് പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതും അതുപോലെ കീപ്പിംഗ് ദി മസിൽ റെഡി ഫോർ ആക്ഷൻ. Oxygen depth. Human body normally contain 2 liters of stored oxygen that can be used for aerobic metabolism even without breathing any new oxygen. നമ്മുടെ ബോഡിയിൽ നമ്മൾ ഓക്സിജൻ ബ്രീത്ത് ചെയ്തില്ലെങ്കിൽ തന്നെയും 2 liters of stored oxygen ഉണ്ട്. ഇത് ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്നതും മയോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്ന ഓക്സിജൻ, പിന്നെ നമ്മുടെ എയർ ട്യൂബ്സിൽ കാണുന്ന ഓക്സിജൻ, ഇതെല്ലാം കൂടെ ചേർന്ന് 2 liters സ്റ്റോർഡ് ഓക്സിജൻ നമ്മുടെ ബോഡിയിലുണ്ട്. ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ ഈ 2 liters ഓഫ് സ്റ്റോർഡ് ഓക്സിജൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ആനേറോബിക് മെറ്റബോളിസത്തിലേക്ക് ബോഡി എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ അപ്പോഴും ബോഡിക്ക് സഫീഷ്യന്റ് എനർജി ലഭിക്കാതെ വരുമ്പോൾ it results in the accumulation of lactic acid and other products. അപ്പോൾ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓക്സിജൻ ഡെപ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹെവി എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നതും നമ്മുടെ ഹാർട്ട് റേറ്റ് ഉയർന്നു നിൽക്കുന്നതും. ഇങ്ങനെ ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓക്സിജൻ, വളരെ കൂടുതൽ ഓക്സിജൻ ബോഡിയിലേക്ക് എടുക്കും. അങ്ങനെ നമ്മുടെ യൂസ് ചെയ്ത സ്റ്റോർഡ് ഓക്സിജൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ സ്റ്റോർഡ് ഓക്സിജൻ നമ്മൾ ഹെവി എക്സസൈസ് ചെയ്തതിന് ശേഷം ഫാസ്റ്റായിട്ട് ബ്രീത്ത് ചെയ്ത് ഓക്സിജൻ വളരെ പെട്ടെന്ന് തന്നെ ബോഡിക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നത് കാരണം ഈ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ലാക്റ്റിക് ആസിഡ്, അത് വേസ്റ്റ് മെറ്റീരിയൽസും എല്ലാം റിമൂവ് ചെയ്യും. ലാക്റ്റിക് ആസിഡിനെ ഗ്ലൂക്കോസ് ആയിട്ട് മാറ്റും, ADP ATP ആയിട്ട് കൺവേർട്ട് ചെയ്യും, ക്രിയാറ്റിൻ ഫോസ്ഫേറ്റ് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മുടെ 2 liters സ്റ്റോർഡ് ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യും. ഹീമോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്തിരിക്കുന്നതും മയോഗ്ലോബിനിൽ ബൈൻഡ് ചെയ്ത് കാണപ്പെടുന്നതും നമ്മുടെ എയർ ട്യൂബ്സിൽ കാണപ്പെടുന്നതുമായിട്ടുള്ള 2 liters സ്റ്റോർഡ് ഓക്സിജൻ നമ്മുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യും. Next is rigor mortis. When muscle fibers are completely depleted of ATP and creatine phosphate, they develop a state of rigidity called rigor. When this occurs after death, the condition is called rigor mortis.